നമ്മുടെ കൊല്ലം ജില്ലയെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. കൊല്ലം ജില്ലയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പപ്പടത്തിനും അടിയുണ്ടാക്കും, പായസത്തിനും അടിയുണ്ടാക്കും, പല കാര്യത്തിനും അടിയുണ്ടാക്കും. എന്നാൽ നമ്മൾ സ്നേഹിച്ച നക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ നമ്മൾ അവനെ ഞെക്കിക്കൊല്ലും. ഇതാണ് നമ്മുടെ കൊല്ലത്തിൻ്റെ ഒരു ശൈലി. കൊല്ലക്കാരുടെ കൂടപ്പിറപ്പായ ഒരു വാക്കാണ് മയിര്. അപ്പോൾ ഈ മയിരിനെ പറ്റി ഒരു രണ്ട് വാക്ക്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കായിട്ട് വരുന്നത് നമ്മുടെ മയിരാണ്. അപ്പോൾ ഈ മയിര് ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു കൊല്ലക്കാരൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുനാൾ മുതലേ നമ്മുടെ കൂടെയുണ്ട് ഈ മയിര്. ഈ മയിരെന്ന വാക്ക് നമ്മൾ തെറിവാക്കല്ല, കൊല്ലക്കാർക്ക് അതൊരു തെറിവാക്കല്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹെഡ് മാസ്റ്റർ ഒരു ദിവസം വന്നില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ എന്തോ പറയും, ഇന്ന് ആ മയിരം വന്നിട്ടില്ല, ഇല്ലേ? കറക്റ്റാണോ? ആണല്ല. ഉദാഹരണം, നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മുടെ ബസ് ഒന്ന് മിസ്സായിപ്പോയി. അപ്പോഴും നമ്മളെന്താ പറയുക, മയിര് ആ ബസ് പോയി. എല്ലാത്തിലും നമുക്കൊരു മയിരുണ്ട്. ചായക്കടയൊക്കെ പോയിട്ട് കടി കിട്ടിയില്ലെങ്കിൽ പറയുന്ന ഒരു കടിയില്ല, ഒരു മയിരും ഇല്ലെന്ന് പറയും, ചായ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയും. അങ്ങനെ പല പല ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ട്. കൊല്ലക്കാർക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാ ഉദാഹരണങ്ങളായിട്ട് വരും. അപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ബഹുമാനപൂർവ്വമുള്ള മയിരിനെ പറ്റിയുള്ള ഒരു ഉദാഹരണം പറയാം. ഞാൻ KSRTC ബസ്സുമായിട്ട് കൊല്ലം കുളത്തുപ്പുഴ സർവീസ് നടത്തി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എതിരെ ഒരു ബൈക്കുകാരൻ റോങ് സൈഡിൽ കയറി വരുന്നു. ബൈക്കുകാരനോ ബസ്സുകാരനോ അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ റോങ് സൈഡിൽ കയറി വരുമ്പോൾ നമ്മൾ ചവിട്ടി കയറി എവിടെ പോകാടാ മയിരേന്ന് ചോദിക്കും. അപ്പം എതിരെ വരുന്ന കൊല്ലക്കാരൻ ബഹുമാനപൂർവ്വം അവൻ പറയും, നമ്മുടെ പ്രായവും കൂടെ കണക്കിലെടുത്തിട്ട് അവൻ പറയും, അവൻ എന്തോ പറയുന്നത്, കാലിൻ്റെ ഇടയിലോട്ട് പോടാ മുതുമയിരേന്ന്. ആണോ? അപ്പം അവൻ നമുക്കൊരു ബഹുമാനം തന്നു, മുതു. അങ്ങനെ പല പല മയിരിൻ്റെ വെറൈറ്റികളുണ്ട്. അപ്പം നമുക്കൊരു സന്തോഷമായി. എന്താന്ന് പറഞ്ഞാൽ അവൻ ഒരു മുതു ചേർത്ത് നമ്മളെ വിളിച്ചല്ലോ, അപ്പം നമുക്ക് ഹാപ്പി, അവനും ഹാപ്പി, അവൻ പോകുന്നു. അങ്ങനെയാണ് ഈ മയിരിനെ പറ്റി വിശദമായിട്ട് കാര്യങ്ങളുണ്ട്. ഒരു മിനിറ്റ്. അങ്ങനെ കൊല്ലക്കാർക്കിടയിൽ ഈ മയിരുകളുടെ ഒരു പ്രവാഹമാണ്, അല്ലേ? മയിരില്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല. നിത്യജീവിതത്തിൽ നമുക്ക് ഈ മയിരില്ലാതെ ഒരു കാര്യവുമില്ല. നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സുകൾ നമ്മളെ ഫോൺ വിളിക്കുമ്പം എന്താണ് ആദ്യമേ പറയുന്നത്? എവിടാണ് മയിര്? കഴിച്ചോ മയിര്? അല്ലേ? മയിരില്ലാതെ ഒരു വാക്ക് ഉണ്ടോ? നിങ്ങൾ വേണം പറയാൻ. അപ്പോഴും നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള മയിരിനെ പറ്റി. അപ്പോഴ് നമ്മളെ ഫോൺ വിളിച്ചാൽ ഉടനെ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന, സുഖമാണോ മയിര്? വല്ലതും കഴിച്ചോ മയിര്? വാ മയിര്, ചായ കുടിക്കാൻ പോവാം. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ആണോ? കൊല്ലക്കാരനായ ഒരാൾക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെസ്സേജ് അയയ്ക്കുക. പിന്നെ അടുത്ത നമ്മുടെ ഈ മയിരിന് ഒരു പ്രസക്തിയും ഇല്ലാത്തൊരു സ്ഥലമുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റും എവിടെയാണ്? ഈ മയിരിന് ഒരു പ്രസക്തിയില്ല. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. പിന്നെ കൊല്ലക്കാർക്ക് പിന്നെ വേറെ 2-3 വാക്കുകളും കൂടെ ഉണ്ട് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. അതും അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, എന്നാലേ അടുത്ത വീഡിയോ കിട്ടത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.